യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് ഘട്ടത്തിലെ 7ാം മത്സരവും വിജയിച്ച് ലിവർപൂൾ. ഫ്രഞ്ച് ക്ലബ് ലിലയെ 1-നെതിരെ 2 ഗോളുകൾക്കാണ് ലിവർപൂൾ പരാജയപ്പെടുത്തിയത്. വിജയത്തോടെ ചാമ്പ്യൻസ് ലീഗിൽ അവസാന 16-ൽ ഇടമുറപ്പിക്കാനും ലിവർപൂളിനായി. ആൻഫീൽഡിൽ നടന്ന മത്സരത്തിൽ 34-ാം മിനിറ്റിൽ കർട്ടിസ് ജോൺസിന്റെ ത്രൂ പാസിൽ നിന്ന് പന്തുമായി കുതിച്ച മുഹമ്മദ് സലയുടെ മനോഹര ഫിനിഷിംഗ് ലിവർപൂളിന് ആദ്യ ലീഡ് നൽകി. രണ്ടാം പകുതിയിൽ 59-ാം മിനിറ്റിൽ 2ാം മഞ്ഞക്കാർഡ് കണ്ട് മാഞ്ചി പുറത്തായതോടെ ലിലെ 10 പേരായി ചുരുങ്ങി. എന്നാൽ 62-ാം മിനിറ്റിൽ ജൊനാഥൻ ഡേവിഡിന്റെ ഗോളിലൂടെ ഫ്രഞ്ച് ക്ലബ് മത്സരത്തിലൊപ്പമെത്തി. പക്ഷേ 67-ാം മിനിറ്റിൽ ലിവർപൂൾ ലീഡ് തിരിച്ചുപിടിച്ചു. കോർണറിൽ നിന്ന് ലഭിച്ച അവസരത്തിൽ നിന്ന് ഹാർവി എല്ലിയോട്ടിന്റെ ഷോട്ട് ലിലെ താരത്തിന്റെ ദേഹത്ത് തട്ടി ഗോളായതോടെ ലിവർപൂൾ വിജയമുറപ്പിക്കുകയായിരുന്നു. മത്സരത്തിലെ കണക്കുകളിലേക്ക് വന്നാൽ 56% ബോൾ പൊസിഷൻ ലിവർപൂളിനായിരുന്നു. 13 ഷോട്ടുകളാണ് ലിവർപൂൾ ആകെ തൊടുത്തത്. 7 ഷോട്ട് ഓൺ ടാർഗറ്റ്. 583 പാസുകൾ 89% കൃത്യതയോടെ ലിവർപൂൾ പൂർത്തിയാക്കി. 4 ഷോട്ടുകളാണ് ലിലെ തൊടുത്തത്. 1 ഷോട്ട് ഓൺ ടാർഗറ്റ്. ജയത്തോടെ 7 മത്സരങ്ങളിൽ നിന്ന് 21 പോയിന്റുമായി ലിവർപൂൾ ചാമ്പ്യൻസ് ലീഗിൽ 1ാം സ്ഥാനത്ത് തുടരുകയാണ്. ചാമ്പ്യൻസ് ലീഗിലെ മറ്റൊരു മത്സരത്തിൽ ഫ്രഞ്ച് ക്ലബ് മൊണാക്കോ പ്രീമിയർ ലീഗ് ക്ലബ് അസ്റ്റൺ വില്ലയെ പരാജയപ്പെടുത്തി. എതിരില്ലാത്ത ഒറ്റ ഗോളിനായിരുന്നു മൊണാക്കോയുടെ വിജയം. മത്സരത്തിന്റെ 8ാം മിനിറ്റിൽ വിൽഫ്രെഡ് സിംഗോയാണ് മൊണാക്കോയുടെ വിജയ ഗോൾ നേടിയത്. വിജയത്തോടെ 7 കളികളിൽ 13 പോയിന്റുമായി മൊണാക്കോ 10ാം സ്ഥാനത്തെത്തി. 7 കളികളിൽ 13 പോയിന്റ് തന്നെയുള്ള അസ്റ്റൺ വില്ല നിലവിൽ ചാമ്പ്യൻസ് ലീഗിൽ 8ാം സ്ഥാനത്താണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.